ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 9-ാം തീയതി. മിശിഹായുടെ മനുഷ്യാവതാര ഘട്ടത്തിൽ ദൈവമാതാവ് ചെയ്തു വന്ന പുണ്യങ്ങൾ. ഒന്നാമത്, ആ ദൈവരഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് ചെയ്തിരുന്ന സൽകൃത്യങ്ങൾ. രണ്ടാമത്, ദൈവദൂതൻ ദൈവമാതാവിനോട് മംഗലവാർത്ത ചൊല്ലിയപ്പോൾ പ്രദർശിപ്പിച്ച സുഹൃത ആചാരങ്ങൾ. മൂന്നാമത്, ആ ദൈവരഹസ്യം പൂർത്തിയായതിൻ്റെ ശേഷം അനുഷ്ഠിച്ചിരുന്ന പുണ്യങ്ങൾ. ആദ്യം, സകല ഭാഗ്യങ്ങളും നിറഞ്ഞ പരമനായികയായ ഈ കന്യക ബാല്യപ്രായത്തിൽ സർവേശ്വരന് തന്നെ കാഴ്ചകൊടുത്ത് സകല പുണ്യങ്ങളും ചെയ്തു വന്നിരുന്നു. ഈ കന്യക നാൾതോറും പുണ്യത്തിൽ വർദ്ധിച്ചു വരുന്നത് സർവേശ്വരൻ കണ്ട് സന്തോഷിച്ച് തൻ്റെ തിരുക്കുമാരന് യോഗ്യയായ മാതാവാകുന്നതിന് വേണ്ടി മേൽക്കുമേൽ ദൈവവരങ്ങൾ ഈ കന്യകയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. ലോകരക്ഷകൻ ഭൂജാതനാകുവാനുള്ള കാലം അടുത്തെന്നറിഞ്ഞ് ഈ കന്യക എത്രമാത്രം സന്തോഷിച്ചു എന്ന് പറഞ്ഞറിയിപ്പാൻ വഹിയ. മനുഷ്യാവതാരം എന്ന മഹാസംഭവം മൂലം ദൈവത്തിന് അന്തമില്ലാത്ത സ്തുതിയും ഏറിയ കാലമായി നിലനിന്ന് പോന്നിരുന്ന പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്ന് മനുഷ്യർക്ക് മോചനവും ഉണ്ടാകും എന്നറിഞ്ഞ് ഇത് എപ്പോൾ സംഭവിക്കുമെന്നായിരുന്നു ജപത്തിലും ധ്യാനത്തിലും മറ്റു സകല കൃത്യങ്ങളിലും മറിയത്തിൻ്റെ ഏക ചിന്ത. ദൈവമാതാവ് തൻ്റെ തിരുവുദരത്തിൽ ധരിച്ച ദൈവത്തെ വിശുദ്ധ കുർബാന വഴിയായി നാമും ഉൾക്കൊള്ളുന്നു. എന്നാൽ ആ മാതാവ് ചെയ്തതുപോലെ എല്ലാ വക പുണ്യങ്ങളാലും നമ്മുടെ ഹൃദയം കർത്താവിന് യോഗ്യമായ സിംഹാസനമാകുവാൻ തക്കവണ്ണം അലങ്കരിച്ചു വരുന്നുണ്ടോ? നമ്മുടെ ജപം, ധ്യാനം മുതലായ സൽക്രിയകളിൽ ദൈവമാതാവ് കാണിച്ചു തന്നിട്ടുള്ള ദൈവഭക്തിയും സ്നേഹവും ആശയും വിളങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ മേലാലെങ്കിലും ഈ നായികയുടെ സന്മാതൃകകളെ കണ്ടു പഠിച്ച് നടപ്പാൻ ശ്രമിക്കണം. രണ്ടാമത്, ദൈവദൂതൻ മംഗലവാർത്ത അറിയിച്ചപ്പോൾ ദൈവമാതാവിൽ വിളങ്ങിയ പുണ്യഫലങ്ങളെപ്പറ്റി ധ്യാനിക്കുക. അത്യന്തം വിരക്തയായിരുന്നതിനാൽ ദൈവദൂതനെങ്കിലും പുരുഷരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ മറിയം പരിഭ്രമിക്കാതിരുന്നില്ല. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് തന്നോടറിയിച്ച ദൈവരഹസ്യത്തിൻ്റെ സംഭവ്യതയെപ്പറ്റി സംശയിക്കാതെ ഉടനെ തന്നെ വിശ്വസിച്ചു. എളിമയും അനുസരണയും ഉണ്ടായിരുന്നതിനാൽ ഉടനെ തന്നെ ദൈവകൽപ്പനയെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ചൊല്ലി അനുവർത്തിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ആ സുഹൃത മാതൃകയെ കണ്ടുപഠിക്കുകയും അതിനെ പിൻചെല്ലുകയും വേണം. അതിൻവണ്ണം നാം പ്രവർത്തിക്കുമെങ്കിൽ ദൈവമാതാവിൻ്റെ പ്രത്യേക ഇഷ്ടന്മാരായി തൻ്റെ സങ്കേതം പ്രാപിക്കുന്നതിന് അർഹന്മാരായി തീരുന്നതാണ്. മൂന്നാമത്, ആ പരമരഹസ്യം പൂർത്തിയാകുന്നതിന് റുഹാദുകുദാശിയുടെ അത്ഭുതകരമായ പ്രവൃത്തിയാൽ ഈശോ കന്യകയുടെ തിരുവുദരത്തിൽ അവതാരം ചെയ്തു. ആ സമയത്ത് മറിയത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ വിചാരങ്ങളെ ഭക്തിപൂർവം നിങ്ങൾ ധ്യാനിക്കണം. അതിവിനീതനായ ഈശോയെ അത്യന്തം വണക്കത്തോടു കൂടെ ആരാധിക്കുകയും തൻ്റെ ദൈവമായിട്ടും മകനായിട്ടും സ്നേഹിച്ച് തന്നെ മുഴുവനും സ്വന്തം പുത്രനായിരിക്കുന്ന ദൈവത്തിന് കാഴ്ച കൊടുക്കുകയും ചെയ്തു. നാമും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോഴും ഉൾക്കൊണ്ട ശേഷവും ദൈവമാതാവ് കാണിച്ചു തന്നിരിക്കുന്ന സന്മാതൃകയെ അനുസരിച്ചു വരുമെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യം സിദ്ധിക്കും. അപ്രകാരം തക്ക ഭക്തിയോടുകൂടെ നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമെങ്കിൽ പുണ്യാത്മാക്കൾ നാം ആകുന്നതിന് അത് മതിയായിരിക്കുന്നു. ദൃഷ്ടാന്തം: വടക്കേ അമേരിക്കയിൽ ഡിയാഗോ എന്നു പേരായ ഒരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. നിർധനനെങ്കിലും സന്തുഷ്ടനായി ജീവിച്ചിരുന്ന ഇയാൾ ദൈവമാതാവിൻ്റെ ഒരു പ്രത്യേക ആശ്രിതനായിരുന്നതുകൊണ്ട് ശനിയാഴ്ച തോറും ഒരു കാതം ദൂരമുള്ള മെക്സിക്കോ നഗരിയിൽ പോയി പൂജ കണ്ടിരുന്നു. ആ നഗരിക്ക് പോകുന്ന വഴിമധ്യേ ഒരു ചെറിയ മലയുണ്ടായിരുന്നു. ഈ മലയിൽ അജ്ഞാനികൾ പൂർവകാലം മുതൽക്കേ താഗി എന്ന ഒരു കള്ളദേവതയ്ക്ക് പ്രബലമാവണ്ണം ആരാധന ചെയ്തു വന്നിരുന്നതിനാൽ അത് എത്രയും കീർത്തിയുള്ളതായി തീർന്നു.
എന്നാൽ ദൈവമാതാവ് ഈ സ്ഥലത്തിൽ തന്നെ തനിക്കൊരു പള്ളി ഉണ്ടാക്കുവാനും തൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹിമയെ കാണിപ്പാനും തിരുമനസ്സായി. ക്രിസ്തുവർഷം 1531 ഒരു ശനിയാഴ്ച ദ്യാഗോ പതിവ് പോലെ മെക്സിക്കോ നഗരിയിലേക്ക് പൂജ കാണുവാനായി അതിരാവിലെ പുറപ്പെട്ടു. മേൽപ്പറഞ്ഞ ചെറിയ മലയുടെ സമീപത്തെത്തിയപ്പോൾ ശ്രവണമധുരമായ ഒരു സംഗീത ശബ്ദം കേൾക്കയാൽ അത് എന്തെന്നറിയുവാനുള്ള ഉത്കണ്ഠയോടുകൂടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഏറ്റവും മധുരധ്വനി പുറപ്പെട്ടിരുന്നതായ ഒരു ചെറിയ മേഘവും അതിനെ ചുറ്റി മഹാപ്രകാശത്തോടു കൂടിയ ഒരു പച്ചവില്ലും കണ്ടു. ഈ ആനന്ദകരമായ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ മേഘത്തിൽ നിന്നും തന്നെ വിളിക്കുന്നത് പോലെ ഒരു സ്വരം കേൾക്കുമാറായി. മലയിൽ കയറിയപ്പോൾ ഒരു ഉന്നതമായ സിംഹാസനത്തിൽ ഉപമയില്ലാത്ത അഴകും വടിവുമുള്ളൊരു കന്യക എഴുന്നള്ളിയിരിക്കുന്നതിനെയും ആ കന്യകയുടെ തിരുമുഖം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതിനെയും തിരുവസ്ത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ കതിരുകൾ ചുറ്റിലുമുള്ള കൽപ്പാറകളിന്മേൽ തട്ടി നവരത്നങ്ങളെപ്പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയും കാണുകയാൽ ദ്യാഗോ സന്തോഷപരവശനായി. സിംഹാസനാരൂഢയായ കന്യക അയാളോട് സ്നേഹഭാവത്തിൽ നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പരിശുദ്ധ കന്യകയെക്കുറിച്ച് പൂജ കാണുവാൻ പോകുന്നു എന്ന് അയാൾ ഉത്തരിച്ചു. അപ്പോൾ ആ കന്യക ഇപ്രകാരം കൽപ്പിച്ചരുളി, നിന്റെ ഭക്തിയും എളിമയും എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നു. ഞാൻ സത്യദൈവത്തിൻ്റെ മാതാവാണ്. ഇവിടെ എൻ്റെ നാമത്തിൽ ഒരു പള്ളി പണി കഴിക്കണം. നിനക്കും ഈ ദേശവാസികൾക്കും അനവധി നന്മകൾ എന്നിൽ നിന്ന് ലഭിക്കുന്നതിന് അത് കാരണമാകും. ആകയാൽ നീ ഇപ്പോൾ കണ്ടതും കേട്ടതും മെത്രാനോടുണ്ടായ പ്രകാരത്തിൽ അറിയിക്കണം. ദ്യാഗോ ദൈവമാതാവിൻ്റെ കൽപ്പന പ്രകാരം മെത്രാൻ്റെ അടുക്കൽ പോയി വിവരമെല്ലാം ബോധിപ്പിച്ചു. ഇത് വിശ്വാസയോഗ്യമെന്ന് തോന്നിയെങ്കിലും ദൈവനിശ്ചയത്തിൻ്റെ ഒരു അടയാളം ലഭിക്കാതെ ഒന്നും ചെയ്യുവാൻ പാടില്ല എന്നായിരുന്നു മെത്രാൻ്റെ മറുപടി. ദ്യാഗോ തിരിച്ചു പോരുമ്പോൾ മേൽപ്പറഞ്ഞ ചെറിയ മലയിൽ മുൻപറഞ്ഞ പ്രകാരം തന്നെ പരിശുദ്ധ മറിയത്തെ വീണ്ടും കാണാതിരുന്നില്ല. മെത്രാൻ്റെ വചനങ്ങൾ ദൈവമാതാവിനോട് അറിയിച്ചപ്പോൾ ഒരടയാളം കൊടുക്കാമെന്ന് ആ നാഥ സദയം അരുളി ചെയ്തു. 2-3 ദിവസത്തിൻ്റെ ശേഷം ദ്യാഗോ മലയുടെ സമീപത്തിലൂടെ നടന്നു പോകുമ്പോൾ ദൈവമാതാവ് അയാൾക്ക് വീണ്ടും പ്രത്യക്ഷയായി. നീ ഈ ചെറിയ മലയിൽ നിന്നും ചില പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ പുഷ്പങ്ങളുണ്ടാകുന്ന കാലമേ അല്ലായിരുന്നു. എങ്കിലും അയാൾ ദൈവമാതാവിൻ്റെ തിരുവാക്ക് വിശ്വസിച്ച് മലയിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന സൗരഭ്യം കൊണ്ടും മനോഹരത്വം കൊണ്ടും വിവിധങ്ങളായ പുഷ്പങ്ങളിൽ കുറേ പറിച്ചുകൊണ്ട് വീണ്ടും ദൈവമാതാവിൻ്റെ പക്കൽ വരികയും ചെയ്തു. മാതാവ് അവയെ വാങ്ങി കെട്ടി തിരികെ അയാളുടെ പക്കൽ തന്നെ കൊടുത്തുകൊണ്ട് നീ ഇതിനെ മെത്രാൻ്റെ പക്കലേക്ക് കൊണ്ടുപോവുക എന്ന് കൽപ്പിച്ചു. അയാൾ ഈ പുഷ്പങ്ങൾ തൻ്റെ കുപ്പായത്തിനുള്ളിൽ മറച്ചുകൊണ്ട് മെത്രാൻ്റെ പക്കലേക്ക് ശീഘ്രം പോയി. മെത്രാൻ്റെ പരിചാരകന്മാർ പുഷ്പങ്ങളുടെ സൗരഭ്യത്തെ ഘ്രാണിച്ചതിനാൽ ദ്യാഗോയുടെ കുപ്പായം തുറന്നു നോക്കിയപ്പോൾ അസാധാരണമാം വിധത്തിൽ കെട്ടിയുണ്ടാക്കിയ പുഷ്പകാരം കണ്ട് അത്യന്തം വിസ്മയിച്ചു. ദ്യാഗോ മെത്രാൻ്റെ അടുക്കൽ ചെന്ന ഉടനെ പുഷ്പങ്ങൾ കൊടുക്കുന്നതിനായിട്ട് കുപ്പായം തുറന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമാവിധം എഴുതപ്പെട്ട ദൈവമാതാവിൻ്റെ ഒരു പടം കാണാറായി. ഉടനെ മെത്രാനും ശേഷം എല്ലാവരും ഭ്രമിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ അത്ഭുതമായ പടത്തെ ഭക്തിപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മെത്രാൻ എഴുന്നേറ്റ് ദ്യാഗോ ധരിച്ചിരുന്ന കുപ്പായം എടുത്ത് തൻ്റെ അരമനയിലുള്ള പള്ളിയിൽ സ്ഥാപിച്ചു. പിറ്റേ ദിവസം മെത്രാൻ അനവധി ജനങ്ങളോടുകൂടി ദൈവമാതാവ് ദ്യാഗോയ്ക്ക് പ്രത്യക്ഷമായ ചെറിയ മല കാണുവാനായി പോയി. ദൈവമാതാവിൻ്റെ പാദം വെച്ചയിടം കാണിക്കണമെന്ന് മെത്രാൻ ദ്യാഗോയോട് പറഞ്ഞാറെ ഭയം കൊണ്ട് അയാൾ അവിടം കാണിപ്പാൻ പാടില്ലാതെ നിൽക്കയിൽ അവിടെ നിന്ന് അത്ഭുതമായൊരു ഉറവ പുറപ്പെട്ടു. ആ ഉറവ ഇപ്പോഴുമുണ്ട്. മെത്രാൻ ആ അത്ഭുതങ്ങളാൽ ദൈവനിശ്ചയമറിഞ്ഞ് ആ തിരുസ്ഥലത്തിൽ തന്നെ ഒരു ദേവാലയം പണിയിക്കുകയും അതിൽ കുപ്പായത്തിൽ കണ്ട പടം പൂജ്യമാവണ്ണം സ്ഥാപിക്കുകയും ചെയ്തു.
ആ പള്ളി ചെറുതായിരുന്നതിനാൽ 10 ലക്ഷം രൂപ വ്യയം ചെയ്ത് പിന്നീട് വലുതാക്കി പണിയിക്കുകയും ഈ ആലയത്തിൻ്റെ ഖ്യാതി ലോകമെങ്ങും ക്ഷണത്തിൽ പരക്കുകയും ചെയ്തു. ഈ സംഭവം കേൾക്കുന്ന ക്രിസ്ത്യാനികളെ ദൈവമാതാവിൻ്റെ വല്ലഭത്വവും ദയയും എത്രയോ വലുതെന്ന് വിചാരിച്ച് തൻ്റെ സങ്കേതം പ്രാപിച്ച് പ്രാർത്ഥിക്കുവിൻ. ജപം. ഈശോമിശിഹായുടെ പരിശുദ്ധ മാതാവേ, ദൈവവചനം അങ്ങേ തിരുവുദരത്തിൽ അവതാരം ചെയ്തപ്പോൾ നീ അനുഭവിച്ച ആനന്ദാതിശയം വാക്കിലടങ്ങുന്നതല്ല. അങ്ങേ തിരുഹൃദയം എല്ലാ വക പുണ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നതിനാൽ അതിലെത്രയോ പ്രിയത്തോടുകൂടെ മിശിഹ വസിച്ചു. എൻ്റെ പരിശുദ്ധ മാതാവേ, ഞാനും സ്നേഹത്തിന് വിഷയമായ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ഉൾക്കൊണ്ട് സൽക്കരിച്ചു എങ്കിലും നാം തമ്മിൽ എത്രയോ വ്യത്യാസം. എൻ്റെ ഹൃദയത്തിൽ എത്രയോ പ്രാവശ്യം പിശാച് വാസം ചെയ്തു. അങ്ങനെയിരിക്കയിൽ ആ പരിശുദ്ധനായ സർവേശ്വരൻ എൻ്റെ പക്കൽ എഴുന്നള്ളുന്നത് എങ്ങനെ? പരിശുദ്ധ കന്യകയെ, അങ്ങേ തിരുക്കുമാരൻ്റെ മേൽ നിനക്ക് ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആധിക്യത്തെക്കുറിച്ച് ഞാൻ വിശുദ്ധ കുർബാന തക്ക ഒരുക്കത്തോടെ ഉൾക്കൊള്ളുവാനായി നിന്നിലുണ്ടായിരുന്നത് പോലെ ദൈവസ്നേഹം, എളിമ, വിരക്തി മുതലായ പുണ്യങ്ങൾ എനിക്ക് നൽകി അരുളണമേ. ശുദ്ധ ബർണദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ പ്രാർത്ഥനയും 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ 3 തൃത്വസ്തുതിയും ചൊല്ലണം. പിന്നീട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലണം. അതിലെ രാജകന്യകെ എന്ന ജപം നമുക്കൊരുമിച്ച് ചൊല്ലാം. രാജകന്യകെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്നും ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ അപേക്ഷയ്ക്കും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം 1 പ്രാവശ്യം ചൊല്ലണം. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. ഹാ മറിയമേ, ദയയുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ഓരോരുത്തരും തങ്ങളെ സർവേശ്വരനും ദൈവമാതാവിനും മുഴുവനായി സമർപ്പിക്കണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ.